ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പള്ളിക്കര എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു 5 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2410 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 150 മീറ്ററുമാണ്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. മുഴുവനായി തേക്കിൻ തടിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും. 4 മീറ്ററിലധികം വീതി വരുന്ന വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായുള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നടന്നു കയറാവുന്ന രീതിയിൽ മറ്റൊരു ഗേറ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. ഒരു കാറിനുള്ള കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ് ബിൽഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3 ഇന്നോവ കാറുകൾ ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. കടപ്പ കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ കിണർ നിർമ്മിച്ചിരിക്കുന്നതും. ഈ വീടിന്റെ പ്രധാന വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 4-5 പേർക്ക് സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് വീടിന്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നതും. തേക്കിൻ തടിയിൽ നല്ല മോഡേൺ ലുക്കിൽ തന്നെയാണ് വീടിന്റെ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. 2 പാളികളിലായിട്ടാണ് ഇവിടെ ഡോർ നൽകിയിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു സോഫ സെറ്റി നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റും നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ കാണാം. പ്രൊഫൈൽ LED ലൈറ്റുകളും വുഡൻ ഫിനിഷൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കുകളും കൊടുത്തിരിക്കുന്നത്. മനോഹരമായൊരു പാർട്ടീഷൻ വർക്കും കടന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. മറ്റെവിടെയും കാണാത്ത വിധത്തിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 10-12 ആളുകൾക്ക് സുഖമായിരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. നല്ലൊരു ലൈറ്റ് സീലിംഗ് വർക്കും നമുക്ക് ഈ ഏരിയയിൽ കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മോഡേൺ ലുക്കിലുള്ളൊരു വാഷ് ബേസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴ്ഭാഗത്തായി സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാം. നമുക്കിനി നേരെ ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓപ്പൺ ടൈപ്പിലുള്ള കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസിലായി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബിൽഡർ നൽകിയിട്ടുണ്ട്. പ്രീമിയം ലുക്ക് ലഭിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിവിശാലമായൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബീജ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനമാക്കി തന്നെയാണ് അടുക്കള കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് വീടിന്റെ കിച്ചണിലും നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടും വളരെ അട്രാക്റ്റീവായി തന്നെയാണ് വീടിന്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെയായി ഇവിടെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തു തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗമെല്ലാം GI ട്യൂബുകൾ കൊണ്ട് കവർ ചെയ്ത് വളരെ സേഫ്റ്റിയോടെ തന്നെയാണ് വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ളൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൊഫൈൽ LED കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിലുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമുക്കിനി നേരെ ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 13 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാവുന്നതാണ്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിന് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വീടിന്റെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർവേ കയറി വരുന്ന വാളിലായി വലിയൊരു സിമന്റ് ഫിനിഷ് വരുന്ന ടെക്സ്ചർ ഡിസൈൻ മനോഹരമാക്കി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
കബോർഡ് കൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്കൊക്കെ ഈ ഭാഗത്തായി നമുക്ക് കാണാം. ബുക്സും മറ്റും വെക്കുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേക ഷെൽഫും ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള ഒരു പോയിന്റും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. കിളികളും മറ്റുമൊന്നും കടക്കാതിരിക്കാനായി മെഷ് കൊണ്ട് മുഴുവൻ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് 3ാമത്തെ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. തീർച്ചയായും ഈ ബെഡ്റൂമും ഒരു 12 അടി നീളമുള്ള വലിയ ബെഡ്റൂം തന്നെയാണ്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ 5ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മറ്റ് ബെഡ്റൂമുകൾ പോലെ തന്നെ വളരെ വിശാലമായ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകാതെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്കാണ്. 11 അടിയോളം നീളത്തിലൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2410 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 93 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.